നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 18 തിങ്കളാഴ്ചയാണ്. എല്ലാവരുടെയും പോർട്ട്ഫോളിയോ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ആരംഭിക്കുന്നു. ആദ്യം US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. US-ലെ 3 മാർക്കറ്റുകളും വലിയ രീതിയിൽ തന്നെ ഇടിഞ്ഞു. പ്രത്യേകിച്ച് നാസ്ഡാക്ക് ആണ് വലിയ നഷ്ടം രേഖപ്പെടുത്തിയത്. 2.5% ഇടിഞ്ഞു. S&P 500-ൽ കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയത് ഇൻഫർമേഷൻ ടെക്നോളജി സെക്ടർ തന്നെയായിരുന്നു. ഈ ഇടിവിന്റെ പ്രധാനപ്പെട്ട കാരണമായി കാണാൻ കഴിയുന്നത് ഫെഡറൽ റിസർവ് ജെറോം പവലിന്റെ സ്പീച്ച് ആയിരുന്നു വ്യാഴാഴ്ച ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഉടൻ ഒരു റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ അദ്ദേഹം നൽകിയതോടെ മാർക്കറ്റുകൾ ഇടിയുകയുണ്ടായി. അതായത് ഒരു ഹോക്കിഷ് ടോണിലുള്ള സ്പീച്ച് തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയത്. ഏതായാലും ഈ കാരണം കൊണ്ട് തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളും വെള്ളിയാഴ്ച ഇടിയുകയുണ്ടായി. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ കാര്യങ്ങൾ അത്ര നല്ലതായിട്ടല്ല ഇന്ത്യൻ മാർക്കറ്റിൽ പോകുന്നത്. പ്രത്യേകിച്ച് 200-ഡേ EMAയ്ക്ക് താഴെയായിട്ടാണ് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഇന്നും നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു ഫോളോ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് RBI ഗവർണർ ഇപ്പോഴും ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെയാണ് റേറ്റ് കട്ടിൽ എടുക്കുന്നത്. അതിന്റെ ഈ വാർത്ത നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ഒരു പോസിറ്റീവ് അപ്രോച്ചാണ് റേറ്റ് കട്ടിനെ കുറിച്ച് പറഞ്ഞത്. അത് നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. ഇന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെയും നമുക്ക് സഞ്ചരിക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകളാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണമെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്ത, സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് റിസർവ് ബാങ്ക് ബെഞ്ച്മാർക്ക് പലിശ നിരക്ക് കുറയ്ക്കണമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ നിർദ്ദേശിച്ചു. ഇതിൽ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയി തോന്നിയ ഒരു കാര്യം, പണനയം തീരുമാനിക്കുമ്പോൾ ഭക്ഷ്യവിലക്കയറ്റം അവഗണിക്കാൻ അദ്ദേഹം ഉപദേശിക്കുന്നു. 2023-24 സാമ്പത്തിക സർവേ ശുപാർശ ചെയ്യുന്നത് ഭക്ഷ്യവിലകൾ കൂടുതൽ വിതരണത്തെ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ ഭക്ഷണം ഒഴികെയുള്ള പണപ്പെരുപ്പത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശുപാർശ ചെയ്യുന്നു. ഇനി കഴിഞ്ഞ ആഴ്ചയാണ് റീറ്റെയിൽ പണപ്പെരുപ്പ് ഡാറ്റ പുറത്തു വന്നത്. പച്ചക്കറി വിലയിലുണ്ടായ കുതിച്ചുചാട്ടത്തെ തുടർന്ന് ഒക്ടോബറിൽ റീറ്റെയിൽ പണപ്പെരുപ്പം 14 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിരുന്നു. ഏതായാലും കേന്ദ്ര വാണിജ്യ മന്ത്രിയാണ് ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്നത് വളരെ പോസിറ്റീവായി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. ഈ സമീപകാലത്ത് തന്നെ ഒരു നിരക്ക് കുറയ്ക്കൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷകളാണ് നമുക്കിതിലൂടെ കിട്ടുന്നതും. ഇനി നിരക്ക് കുറയ്ക്കലിനെ കുറിച്ച് RBI ഗവർണർ ശ്രീ ശക്തികാന്ത ദാസിന്റെ അഭിപ്രായവും ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. CPI നാണപ്പെരുപ്പം 6.2% എന്ന് ഒക്ടോബർ മാസത്തിൽ എത്തിയത് അപകട സാധ്യതകൾ ഉയർത്തുന്നത് തന്നെയാണ്. എന്നിരുന്നാലും ഇനി അടുത്ത മാസങ്ങളിൽ ഒരു കുറവ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ശക്തമായ അടിസ്ഥാന തത്വങ്ങളും സുസ്ഥിരമായ സാമ്പത്തിക വ്യവസ്ഥയും കാരണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമായി തന്നെ തുടരുന്നു. ഏതായാലും അടുത്തുള്ള മാസങ്ങളിൽ CPI പണപ്പെരുപ്പം കുറയുന്നത് RBIയുടെ പുതിയ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ തന്നെ ആയേക്കാം. പ്രധാനപ്പെട്ട കമ്പനികളുടെ Q2 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ഹീറോ മോട്ടോകോപ്പ്. നെറ്റ് പ്രോഫിറ്റിൽ 14.2% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1203.5 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 10.8% വർധനവ് രേഖപ്പെടുത്തി. 10,463.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 14.1% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. ഹീറോ മോട്ടോകോപ്പിന്റെ ഭാഗത്ത് നിന്നും നല്ലൊരു റിസൾട്ട് തന്നെയാണ് എന്ന് കാണാം. അടുത്തത് ഗ്രാസിം ഇൻഡസ്ട്രീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 9.3% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 721 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 18.3% വർധനവുണ്ടായി. 7,623.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റ 45.2% ഇടിവും രേഖപ്പെടുത്തി. മറ്റൊരു കമ്പനി ശോഭയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 74.6% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. റവന്യൂവിലും വർധനവുണ്ടായി. 26% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായത്. എബിറ്റയിൽ 2.2% വർധനവുണ്ടായി. ഫിനാൻസ് കോസ്റ്റിൽ ഒരു ഇടിവാണ് ഈ വർഷത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മറ്റൊരു കമ്പനി നസാറ ടെക്നോളജീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 19.6% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 18.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 7.3% വർധനവുണ്ടായി. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. ഇനി ഒത്തിരിയേറെ സുഹൃത്തുക്കൾ നമ്മളോട് ചോദിക്കാറുണ്ട് എന്നായിരിക്കും ഇനി ലൈവ് ഉണ്ടായിരിക്കുക എന്നൊക്കെ. ഇനി ഈ ലൈവ് ഇല്ലാത്ത ദിവസങ്ങളിലും നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ 3:30 വരെ മാർക്കറ്റുള്ള സമയങ്ങളിൽ സ്റ്റുഡൻസിന് നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി മറ്റൊരു റിസൾട്ട് പുറത്തു വന്ന കമ്പനി ബാലാജി അമിനീസ് ആണ്.
നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 18.1% വർധനവും റവന്യൂവിൽ 8.8% ഇടിവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് ഹൊനാസ കൺസ്യൂമറാണ്. നെറ്റ് ലോസ് ആയി കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് 18.6 കോടി രൂപയാണ്. എന്നാൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 29.4 കോടി രൂപ പ്രോഫിറ്റിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂവിലും 6.9% ഇടിവുണ്ടായി. അടുത്തത് മുത്തൂറ്റ് ഫിനാൻസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 26.3% വർധനവും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 35.5% വർധനവും ഉണ്ടായി. ഇനി ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ മാത്രമെന്ന് പറയാം. വാരി എഞ്ചിനീയേഴ്സ്, ഗോദാവരി ബയോ റിഫൈനറീസ് തുടങ്ങിയവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആർത്തി ഇൻഡസ്ട്രീസ്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, GNFC, ഗ്രാനുൾസ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ തുടങ്ങിയ കമ്പനികളാണ്. ഇനി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ഓപ്ഷൻസിനെ കുറിച്ച് വളരെ ഡെപ്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ ഞങ്ങൾ ഒരു വീഡിയോ സീരീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ച് നിങ്ങൾക്കത് ആവശ്യപ്പെടാവുന്നതാണ്. വെള്ളിയാഴ്ച മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റിയും സെൻസെക്സും ചെറിയ രീതിയിലാണ് വെള്ളിയാഴ്ച ഇടിഞ്ഞത്. നിഫ്റ്റി ബാങ്ക് ഉയർന്നു, ഫിൻനിഫ്റ്റിയും ഉയരുകയുണ്ടായി. മിഡ് ക്യാപ്പ് 0.24% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. 2 ദിവസത്തെ നേട്ടത്തിന് ശേഷം ഇന്ത്യ വിക്സ് ഇന്നലെ ഇടിഞ്ഞു. മാർക്കറ്റുകൾ തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയും നെഗറ്റീവ് റിട്ടേൺസ് ആണ് തരുന്നത്. സെൻസെക്സും നിഫ്റ്റിയും 2% കഴിഞ്ഞ ആഴ്ച ഇടിഞ്ഞത്. മിഡ് ക്യാപ്പ് 4%, ബാങ്ക് നിഫ്റ്റി 3% ഇടിഞ്ഞു. PSU ബാങ്ക് മെറ്റൽ ഇൻഡെക്സുകൾ 5% ഇടിഞ്ഞു. സ്റ്റോക്കുകളിലേക്ക് വന്നാൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് റിസൾട്ടുകൾക്ക് ശേഷം ഐഷർ മോട്ടോഴ്സ് 6% ഉയർന്നു. ഹീറോ മോട്ടോകോപ്പ് 2%-അടുത്ത് ഉയർന്നു. ടോപ്പ് ലൂസേഴ്സായി മാറിയത് HUL ആയിരുന്നു, 3% ഇടിഞ്ഞു. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് 2.91% ഇടിഞ്ഞു. നിഫ്റ്റിയിലേക്ക് തുടർച്ചയായ 6ാമത്തെ ദിവസവും വെള്ളിയാഴ്ച നിഫ്റ്റിയിൽ ഒരു നാരോ സെഷൻ ആയിരുന്നു കാണാൻ കഴിഞ്ഞത്. നിഫ്റ്റിയുടെ ഓവറോൾ ട്രെൻഡ് ഇപ്പോഴും വീക്കായി തന്നെ തുടരുന്നു. കാരണം നിഫ്റ്റി ഇപ്പോൾ 200 ഡേ മൂവിംഗ് ആവറേജിന് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അത് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ്. ട്രെൻഡ് വീക്കാണെങ്കിൽ പോലും ഇനിയിപ്പോൾ നിഫ്റ്റി ഒരു ഓവർസോൾഡ് സിറ്റുവേഷനിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പുൾ ബാക്കിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരത്തിൽ ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ 23,700 മുതൽ 23,750 വരെ ഒക്കെ ഉള്ള ഒരു ലെവലിലേക്കൊക്കെ നിഫ്റ്റി എത്താനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ടതായി കാണേണ്ട ഒരു ലെവൽ, ഡൗൺ സൈഡിലെ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ താഴെയുണ്ട്. അത് ഏകദേശം 23,300 ഒരു സോണിലൊക്കെയാണുള്ളത്. അതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു പോസിറ്റീവ് ഡൈവേർജൻസ് കാണിക്കുന്നത് ചെറിയൊരു പോസിറ്റിവിറ്റി ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അടുത്തതായി ഡെയിലി ക്യാൻഡിലാണ്. ചെറിയ ലോവർ വിക്കും വലിയ അപ്പർ വിക്കോടും കൂടിയ ഒരു ഡോജി ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അടുത്തതായി നിഫ്റ്റിയുടെ മാക്സിമം ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,550 ആണ്. അതിനുശേഷം 23,600 സ്ട്രൈക്കും അതിനുശേഷം 24,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,500, അതിനുശേഷം 23,000 സ്ട്രൈക്ക്, അതിനുശേഷം 23,400 സ്ട്രൈക്ക്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,550, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,400. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 50,179 91 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. അതായത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒരു സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെക്കാളും കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടുതൽ ബാങ്ക് നിഫ്റ്റിക്കാണെന്ന് കാണാം. ഇൻഡെക്സിന് സ്ട്രെങ്ത് ഉണ്ട് എന്ന് പറയാനുള്ള മറ്റൊരു കാരണം 200 ഡേ EMA ബാങ്ക് നിഫ്റ്റിക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നു. അത് ഒരു പോസിറ്റിവിറ്റി ആയിട്ട് കണക്കാക്കാം. കൂടാതെ അടുത്തതായി ഡെയിലി ക്യാൻഡിൽ ഒരു ഇൻവേർട്ടഡ് ഹാമർ പാറ്റേണിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇത് വരും ക്യാൻഡിലുകൾ കൂടി സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് റിവേഴ്സലിന്റെ ഒക്കെ ഒരു സൂചനയാവാൻ സാധ്യതയുള്ള ഒരു ക്യാൻഡിൽ കൂടിയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 200 ഡേ EMA ഉള്ള 49,900 ലെവൽ ബ്രേക്ക് ചെയ്യാതിരിക്കുന്നിടത്തോളം ബാങ്ക് നിഫ്റ്റി കൂടുതൽ സ്ട്രെങ്ത് ഉള്ളതാണ് എന്ന് നമുക്ക് വിലയിരുത്താം. ഇനി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 49,700 മുതൽ 49,400 വരെയുള്ള ലെവൽ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട് ഡൗൺ സൈഡിൽ. അപ്പ് സൈഡിലേക്ക് വന്നാൽ 50,700 വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആവാനും സാധ്യതയുണ്ട്. അടുത്തതായി മാക്സിമം ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം 51,000 കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 50,500 സ്ട്രൈക്കിലും അതിനുശേഷം 50,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,500 ആണ്. അതിനുശേഷം 50,000 സ്ട്രൈക്കും അതിനുശേഷം 50,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,500, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,000. ഇന്ത്യ വിക്സ് നമ്മൾ പറയുകയുണ്ടായി 14.78-ൽ 4.28% ഇടിഞ്ഞാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും പോസിറ്റീവിലായിരുന്ന ഇന്ത്യ വിക്സ് വെള്ളിയാഴ്ച ഇടിഞ്ഞു. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ FIDE ആക്ടിവിറ്റിയാണ്.
വെള്ളിയാഴ്ച FIIs സെല്ലിംഗ് വളരെയേറെ കുറച്ചു കൊണ്ടുവന്ന ഒരു ദിവസമായിരുന്നു. 1849 കോടി രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്തത്. DIs ആവട്ടെ 2481 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. സെല്ലിംഗ് വരും ദിവസങ്ങളിലും കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ അത് ഒരു പോസിറ്റിവിറ്റിയിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. US മാർക്കറ്റിലേക്ക് വെള്ളിയാഴ്ച US-ലെ 3 മാർക്കറ്റുകളും ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഡൗ ജോൺസ് 0.70% ഇടിഞ്ഞു. S&P 500 1.32%, നാസ്ഡാക്ക് ആണ് വലിയ നഷ്ടം രേഖപ്പെടുത്തിയത്. 2.24% ഇടിഞ്ഞു. S&P 500-ഉം നാസ്ഡാക്കും രണ്ടാഴ്ചത്തെ ഏറ്റവും വലിയ നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. വ്യാഴാഴ്ചയായിരുന്നു ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവലിന്റെ സ്പീച്ച് ഉണ്ടായിരുന്നത്. ഉറച്ച തൊഴിൽ വിപണി, US സെൻട്രൽ ബാങ്കിന്റെ 2% ലക്ഷ്യത്തേക്കാൾ മുകളിലുള്ള പണപ്പെരുപ്പം എന്നിവ ഭാവിയിൽ നിരക്ക് കുറയ്ക്കുന്നതിന്റെ വേഗതയും വ്യാപ്തിയും സംബന്ധിച്ച് ജാഗ്രത പുലർത്താനുള്ള കാരണങ്ങളായി നിർദ്ദേശിച്ചു. ഇതോടെ CME ഫെഡ് വാച്ച് ടൂളും കാണിച്ചു തരുന്നത് ഡിസംബറിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത US-ൽ വെറും 42%. വെള്ളിയാഴ്ച US-ൽ നിന്നും റീറ്റെയിൽ സെയിൽസ് ഡാറ്റയാണ് പുറത്തു വന്നത്. ഒക്ടോബറിൽ പ്രതീക്ഷിച്ചതിലും അല്പം ഉയർന്നാണ് ഈ ഡാറ്റ പുറത്തു വന്നത്. ഈ ഡാറ്റയും റേറ്റ് കട്ട് വൈകും എന്നുള്ള സൂചനകളാണ് ശക്തിപ്പെടുത്തുന്നത്. ഇപ്പോൾ സ്മോൾ ക്യാപ് റസൽ 2000 ആണ് കൂടുതലായി ഇടിവുണ്ടാക്കുന്നത്. തുടർച്ചയായ 4 ദിവസമാണ് ഇപ്പോൾ ഇടിഞ്ഞത്. 1.4% വെള്ളിയാഴ്ച മാത്രം ഇൻഡെക്സ് ഇടിവ് രേഖപ്പെടുത്തിയത്. S&P 500-ൽ കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയത് IT ഇൻഡെക്സ് ആയിരുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി 2.5% ഇടിഞ്ഞു. അടുത്തതായി US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. വെള്ളിയാഴ്ച ഇൻഫോസിസും വിപ്രോയും 1% മുകളിൽ ഇടിഞ്ഞു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.57% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. മേക്ക് മൈ ട്രിപ്പാണ് വലിയ നഷ്ടം രേഖപ്പെടുത്തിയത്. 5% മുകളിൽ ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 0.49% ഇടിഞ്ഞപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് 1% മുകളിൽ നേട്ടമുണ്ടാക്കിയത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. S&P 500 0.21% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് തുടർച്ചയായ 4ാമത്തെ ആഴ്ചയും യൂറോപ്യൻ മാർക്കറ്റുകൾ ഇടിയുകയുണ്ടായി. പുറത്തു വന്ന പുതിയ എക്കണോമിക് ഡാറ്റകളും കൂടാതെ US ഫെഡ് പ്രസിഡന്റ് ജെറോം പവലിന്റെ ഹോക്കിഷ് സ്പീച്ചുമാണ് ഇന്നലത്തെ ഇടിവിന് കാരണമായത്. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളിൽ UK മാർക്കറ്റ് FTSE 0.09% ഇടിവിലായിരുന്നു. CAC 0.58% ഇടിവിൽ ക്ലോസ് ചെയ്തു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.28% ഇടിഞ്ഞു. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.76% ഇടിഞ്ഞത്. കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് മീഡിയ സ്റ്റോക്കുകളായിരുന്നു. 3% ഇടിഞ്ഞു. മൈനിങ് സ്റ്റോക്കുകൾ 1.3% നേട്ടവും ഉണ്ടാക്കി. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.27% നേട്ടത്തിലാണ്. CAC 0.02% നേട്ടത്തിലും FTSE 0.02% തന്നെ ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യയിലെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളെല്ലാം ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യയിൽ നിന്നും പുറത്തു വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഇവന്റ്സുകൾ നോക്കുകയാണെങ്കിൽ ചൈനയിൽ നിന്നും LPR ഡാറ്റ പുറത്തു വരാനുണ്ട്. ജപ്പാനിൽ നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റയും ഈ ആഴ്ച പുറത്തു വരാനുണ്ട്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.95% ഇടിവിലാണ്. തായ്വാൻ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും കോസ്പി മാർക്കറ്റ് 2% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 23,487 എന്ന നിലയിലാണ്. 42 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നമുക്ക് നിഫ്റ്റിയിൽ ഏകദേശം 120 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് ക്രൂഡ് ഓയിൽ കഴിഞ്ഞ ആഴ്ച 5% നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $70.97 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.10% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $66.80 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.18% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, ET Now തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് ആണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.